ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ജസ്ന ഫ്രണ്ട്. ഇന്ന് ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിൻ്റെ റിവ്യൂ ആണ് ചെയ്യുന്നത്. ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിൽ ആക്ച്വലി 2 ഇൻസ്റ്റഗ്രാം സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച 2 പ്രോഡക്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇട്ടേക്കുന്ന ഈ ഡ്രസ്സിനെ പറ്റി പറയാം. ഇത് ലോലിപോപ്സ് ബൊട്ടിക്കിൽ നിന്ന് വാങ്ങിച്ചൊരു ഡ്രസ്സാണ്. നല്ലൊരു കോട്ട ഡ്രസ്സാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ ഒരു ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാവേ. ഇഹ ബോട്ടിക്കിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു കുർത്ത ഞാൻ ആദ്യം കാണിക്കാം. ഇതൊരു സ്ട്രേറ്റ് കട്ട് ചിക്കൻ കറി കുർത്തയാണ്. ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് എനിക്കൊരു ചിക്കൻ കറി കുർത്ത വേണമെന്ന്. ഒരു 3000 എബവ് ആ ഒരു റേഞ്ചിലൊക്കെ ആകുമ്പം ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ എനിക്കൊരു മടിയാണ്. എങ്ങനെയായിരിക്കും എന്നൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കാമെന്നൊക്കെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ റീസെൻ്റ്ലി ഇഹ ബോട്ടിക്കിൽ നിന്ന് ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാണേ. ഞാൻ കാണിച്ചുതരാം. പ്രോഡക്റ്റ് ആണ് മൽക്കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ. ഇത് ട്രാൻസ്പെറൻ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പെറൻ്റ് ഒന്നുമല്ല, പക്ഷേ എങ്കിൽ നല്ല തിന്നായിട്ടുള്ള മെറ്റീരിയലാണ്. ഞാൻ ഇട്ട് കഴിയുമ്പോൾ മനസ്സിലാവും. ലൈനിങ് യൂസ് ചെയ്യേണ്ട വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ന്യൂഡ് ഷെയ്ഡ്സിലൊക്കെ ഇന്നേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ. സ്ട്രെയിറ്റ് കട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. 38 സൈസാണ്, ലാർജ് സൈസ്. ചിക്കൻ കാരി ഒറിജിനൽ കുർത്താസ് എന്ന് പറയുന്നത് കൈ കൊണ്ടാണ് അതിൻ്റെ എല്ലാ വർക്ക്സും വരുന്നത്. അപ്പം അതിൻ്റെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ കാണും. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ കുറേ റെപ്ലിക്കാസ് ചെയ്യാറുണ്ട്. അതായത് മെഷീൻ എംബ്രോയിഡറി കുർത്താസ് വരാറുണ്ട്. അതൊക്കെ നല്ല അഫോർഡബിൾ ആയിരിക്കും കേട്ടോ. അതിൻ്റെ ഫ്ലോറൽസും പാറ്റേൺസും എല്ലാം ഒരുപോലെ ആയിരിക്കും വരുന്നത്. പക്ഷേങ്കിൽ ഒറിജിനൽ ചിക്കൻ കാരീൻ്റെ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. അത് ഹാൻഡിൽ ചെയ്യുന്നതായതുകൊണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റിച്ചസൊക്കെ ലൂസ് സ്റ്റിച്ചസ് ആണ്. ഇതിൻ്റെ ബാക്കിൽ കുറച്ച് ഒരു സ്റ്റിച്ചസ് ഇങ്ങനെ പോയി കിടക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ആ ഒരു പ്രശ്നമേ ഞാൻ ഇതിൽ കണ്ടുള്ളൂ. ഒറിജിനൽ ആയിട്ടുള്ള ചിക്കൻ കാരി കുർത്ത തിരിച്ചറിയാൻ പറ്റുന്ന ഒരു വഴിയാണ്. അതിൻ്റെ ഉൾഭാഗത്ത് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കൈ കൊണ്ട് ചെയ്തിട്ടാണെങ്കിൽ അതിനകത്ത് ഫുള്ളിങ്ങനെ നോട്ട്സ് കാണാം. അവർ തുന്നിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിടൂല്ലേ നൂലിൻ്റെ, അങ്ങനെ കാണാം. അതൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. ഇങ്ങനെ കുറേ നൂലിങ്ങനെ പൊങ്ങിക്കിടക്കുന്നതും നൂലിൻ്റെ കെട്ടുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒറിജിനൽ ചിക്കൻ കാരി കുർത്താസിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ. മെഷീൻ എംബ്രോയിഡറിയിൽ ആണ് നമ്മളിപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ ഈ ഫ്രണ്ട് ഭാഗം എങ്ങനെയായിരിക്കും അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടായിരിക്കും ബാക്കിലും വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ചിക്കൻ കാരി കുർത്തേൻ്റെ സെയിം വർക്ക് വരുന്ന മെഷീൻ എംബ്രോയിഡറി കുർത്താസ് കിട്ടാറുണ്ട്. അപ്പോൾ അതൊന്നും ഒറിജിനൽ ചിക്കൻ കാരി അല്ല. അതുകൊണ്ടാണ് നമുക്ക് അത്രയും റേറ്റ് കുറവിൽ കിട്ടുന്നത് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 1400 രൂപയായിരുന്നു. 1395 അതിൻ്റെ കൂടെ എക്സ്ട്രാ 100 രൂപയും കൂടെ ഷിപ്പിംഗ് ഫീ കൊടുത്തിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കുർത്തയാണ്. ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെ ഈ ബോർഡറിൻ്റെ ഭാഗത്തും ഇങ്ങനെ ചുറ്റും വർക്ക് വരുന്നുണ്ട്. ബാക്കിൽ ഇങ്ങനെ ഒരു ബൂട്ട വരുന്നുണ്ട്. സ്ലീവിലാണെങ്കിലും ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. നമ്മൾ ഒരിക്കലും മെഷീൻ വാഷ് ഒന്നും ചെയ്യാൻ പാടില്ല. ഡ്രൈ ക്ലീൻ ചെയ്യുന്നതാണ് ഏറ്റവും പെർഫെക്റ്റ് ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ. ഈ ഡ്രസ്സൊക്കെ നന്നായിട്ട് കെയർ ചെയ്തില്ലെങ്കിൽ അത് പെട്ടെന്ന് പോവും. കളർ ഫെയ്ഡായോ അല്ലെങ്കിൽ പ്യുവർ മെറ്റീരിയൽ ആണെങ്കിൽ പെട്ടെന്ന് ചുരുങ്ങി അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവും കേട്ടോ. അപ്പം ഇതൊക്കെ ഡ്രൈ ക്ലീൻ തന്നെയാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്യണം. ലെങ്ത്ത് കുറച്ച് കുറവാണ്. എനിക്ക് പാകമാണ്. എനിക്ക് അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട്. പക്ഷേങ്കിൽ എന്നേക്കാൾ ഹൈറ്റ് കൂടുതലുള്ള ആൾക്കാർ ഇത് എടുക്കുകയാണെങ്കിൽ കുറച്ച് ലെങ്ത്ത് കുറവായിരിക്കും എന്ന് എനിക്ക് തോന്നി. ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഈ ഡ്രസ്സിലെ ഇതൊക്കെ നല്ല ലെങ്ത്ത് ഉണ്ട്. അപ്പോൾ അത്രയൊന്നും ലെങ്ത്ത് ഇല്ല കേട്ടോ. ഇതിന് മുട്ടിന് താഴെ ഉണ്ട്, ബട്ട് എന്നാലും കുറച്ചുകൂടെ ലെങ്ത്ത് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ അടിപൊളി ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. നല്ലൊരു കുർത്തയായിട്ട് തോന്നി. 1400 വേർത്ത് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറിജിനൽ ചിക്കൻ കാരി കുർത്ത കുറഞ്ഞ റേറ്റിൽ 1000 ആ ഒരു റേഞ്ചിലൊന്നും എവിടെയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒറിജിനൽ ഇങ്ങനെ മെഷീൻ എംബ്രോയിഡറീസ് കിട്ടും, പക്ഷേ ഒറിജിനൽ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റേറ്റ് തന്നെ ആവും നമ്മൾ എവിടെ നിന്ന് പർച്ചേസ് ചെയ്താലും. നിങ്ങൾക്ക് ആർക്കെങ്കിലും വില കുറഞ്ഞ ചൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ചിക്കൻ കാരി കുർത്താസ് കിട്ടുന്ന പേജസോ ബൊട്ടിക്സോ എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാനാണ് ഞാൻ റിവ്യൂവും ഇടുന്നതായിരിക്കും. ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു കളറുള്ള നല്ല ലേസൊക്കെയുള്ള പാൻറ്റും കൂടെ പെയർ ചെയ്യാൻ അടിപൊളിയായിരിക്കും. എൻ്റെ അടുത്തൊരു പാൻറ് ഉണ്ട്, ഞാനത് ഇട്ടിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം കേട്ടോ. കുർത്തിയിട്ട് നോക്കിയപ്പോൾ കറക്റ്റ് ഫിറ്റാണ്. പക്ഷേങ്കിൽ ലെങ്ത്ത് കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. ആ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. സെക്കൻഡ് പ്രോഡക്റ്റ് ഞാൻ വേറൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇൻസ്റ്റഗ്രാം പേജിൻ്റെ പേര് ഇങ്ക ബൈ മിന്നു സിബി, അങ്ങനെ ഒരു ഇൻസ്റ്റഗ്രാം പേജാണ്. അതിനകത്ത് മെയിനായിട്ട് കോട്ടൺ ഡ്രസ്സസ് ആണുള്ളത്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല മാക്സി ലെങ്തിലുള്ള, അതിപ്പോൾ നമുക്ക് ലെങ്ത് ഒക്കെ കസ്റ്റമൈസ് ചെയ്യാം. നല്ല അടിപൊളി കോട്ടൺ ഡ്രസ്സസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച് ട്രൈ ചെയ്തൊരു പ്രൊഡക്റ്റാണ് നിങ്ങളെ കാണിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു കുർത്തയാണ്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു കോറൽ ഷെയ്ഡിൽ വന്നിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ള കുർത്തയാണ്. ഒരു ഹക്കോബ മെറ്റീരിയൽ എന്ന് പറയാം. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റാണ്. ഇങ്ങനെ പിടിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഇങ്ങനെ വീനെക്കാണ് കസ്റ്റമൈസ് ചെയ്തിട്ട് വീനെക്ക് പറഞ്ഞാണ് കേട്ടോ. സ്ലീവ്ലെസ് ആയിരുന്നു പാറ്റേണിൽ. എന്നിട്ട് ഞാനിങ്ങനെ ഒരു പഫ് സ്ലീവും വെപ്പിച്ചതാണ്.
കസ്റ്റമൈസേഷൻ ഒന്നും എക്സ്ട്രാ ചാർജസ് ഇല്ല. അവർ ഈ ഡ്രസ്സിന് എത്രയാണോ പറയുന്നത് ആ ഒരു സെയിം റേറ്റ് ആണ് എങ്ങനെ ഏതൊരു പാറ്റേണിൽ നമ്മൾ ചെയ്താലും. ബാക്കിൽ കയറിയുള്ള നെക്കാണ്, പഫ് സ്ലീവ് ആണ്, നല്ലൊരു എ ലൈൻ ആയിട്ട് വന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇതാ നല്ലൊരു കട്ട് വർക്ക് വന്നിട്ടുള്ള മെറ്റീരിയലാണ്. എന്താ ഇങ്ങനെ സ്കാലപ്പ് ഫിനിഷിൽ നല്ല കട്ട് വർക്ക് വന്നിട്ടുള്ള മെറ്റീരിയലാണ്. ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. വെക്കേഷനൊക്കെ പോകുമ്പോഴും ഈവൻ ക്യാഷ്വലായിട്ടൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു ഡ്രസ്സാണ്. ഞാൻ 38 സൈസാണ് വാങ്ങിച്ചത്. പക്ഷേ ഇത് ഇട്ട് കഴിയുമ്പോൾ എനിക്ക് കറക്റ്റ് ഫിറ്റിലാണ് കിടക്കുന്നത്. അതിലും നല്ലത് കുറച്ചുകൂടെ ലൂസിൽ ഈ ഡ്രസ്സ് കിടക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്കിത് കുറച്ചുകൂടെ ആൾട്ടർ ചെയ്ത് കുറച്ചുകൂടെ ലൂസിൽ ആക്കാൻ പ്ലാൻ ഉണ്ട്. മെറ്റീരിയലൊക്കെ ഉണ്ട്, ഇതാ ഇഷ്ടംപോലെ മെറ്റീരിയൽ ഉണ്ട്. അതുപോലെ ഇൻ്റർലോക്കൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻ്റർലോക്കിൻ്റെ തൊട്ട് മുന്നേ അവരൊരു സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്, എന്നിട്ടാണ് ഇൻ്റർലോക്ക് ചെയ്തേക്കുന്നത്. നല്ല അടിപൊളി പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ഒക്കെയാണ്. ഒരു ചെറിയ ഒരു ഓഫറും കണ്ടുണ്ടായത് 2200 2150 ആ ഒരു റേറ്റിനാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇവരുടെ അടുത്ത് ഒരുപാട് ഇങ്ങനെ കോട്ടൺ ഡ്രസ്സസ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓഫേഴ്സും വരാറുണ്ട്. അപ്പോൾ 1000 തൊട്ട് അവൈലബിൾ ആയിരിക്കും പല ഡ്രസ്സുകളും. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഈ ഒരു പേജ്. നല്ലൊരു കോട്ടൺ ഡ്രസ്സസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു പേജാണ്. എന്തെങ്കിലും ഡൗട്ട് ഞാൻ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിക്കുക കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.